ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്നൊരു വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റാൽ മതി. അപ്പോൾ നല്ല വെയിലും സമ്മറും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നും ഞങ്ങൾക്കിവിടെ കുറേ ബേഡ്സ് വരാറുണ്ട്. ഇതിവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു കിളിയാണ്. അപ്പോൾ ഞങ്ങളിതിന് ഫീഡൊക്കെ വെക്കാറുണ്ട്. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ നമ്മൾ കപ്പയൊക്കെ വേവിക്കാമെന്ന് കരുതി. ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയൊരു ടൈപ്പ് ഫിഷാണ്. ശരിക്കും ഇത് ഞങ്ങളിതിന് മുമ്പ് കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ തൊലിയൊക്കെ ഊരി എടുത്തിട്ടൊക്കെയാണ് കുക്ക് ചെയ്തത്. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. ഈ കപ്പ ഞാൻ ഫ്രോസൺ വാങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മുറിച്ചൊന്ന് എടുക്കുകയാണ്. വലിയ പീസായിരുന്നു വാങ്ങിയത്. ഞാൻ കപ്പ അത് 2 പ്രാവശ്യം ഇങ്ങനെ തിളപ്പിച്ച് വെള്ളം കളയാറുണ്ട്. ശരിക്കും ഇങ്ങനെ കളഞ്ഞാൽ കട്ടൊക്കെ പോകുമെന്നാണ് നാട്ടിൽ പറയുന്നത്. പക്ഷേ എനിക്ക് എപ്പം കപ്പ കഴിച്ചാലും നല്ലൊരു ഉറക്കം പാസ്സാക്കാനായിട്ട് തോന്നാറുണ്ട്. ഈ സമയത്ത് ഞാൻ അരപ്പൊക്കെ തയ്യാറാക്കി ഇതിലേക്ക് ജീരകവും കുഞ്ഞുള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് ചതച്ചെടുത്തിട്ട് കപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിയാണ് കടുവിന് വരെ ഇടുന്നത്. അരിയിട്ട് ആണ് കടുവ് വറക്കുന്നത്. സോ ചൂടായ എണ്ണയിലേക്ക് അരി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ചുമന്നുള്ളിയും കൂടി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇത് കപ്പയിലോട്ട് ചേർത്തെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ കറിവേപ്പൊക്കെ നല്ലതായിട്ട് പൊട്ടിക്കിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ തന്നെയാണ് ഒടിച്ചെടുക്കാറ്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. കപ്പയും മീൻകറിയൊക്കെയാണ് നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് വെക്കുന്നത്. മീൻകറി ഓൾറെഡി ഞാൻ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. വെയിലാകുമ്പോൾ നമുക്ക് തുണിയൊക്കെ ഇതുപോലെ വെളിയിലൊക്കെ ഇട്ട് ഉണക്കാം. ശരിക്കും വിൻ്റർ ആകുമ്പോൾ ഒരിക്കലും നടക്കത്തില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് കഴിച്ചത്. നല്ല ക്രീമി പുഡിങ് പോലെ ഇരിക്കുന്നു. പക്ഷേ ഇത് ഓവർനൈറ്റ് ഓട്സാണ്. ഇത് എൻ്റെ ഫിഷ് കറിയൊക്കെ റെഡി ആകുന്നു. സമ്മർ ആയതുകൊണ്ട് വെളിയിൽ പോയിരുന്ന് കഴിക്കാമെന്ന് കരുതി. വെയിലൊക്കെ കൊണ്ട് കഴിക്കാം. ശരിക്കും ഇത് ഹെൽത്തി ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇത് നല്ല ടേസ്റ്റിയാണ്. ഒരു പുഡിങ് പോലെയാണ്, അതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത്. പിന്നെ തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് ഞങ്ങൾ കുറേ കൃഷിയൊക്കെ ചെയ്തു. ടൊമാറ്റോസൊക്കെ നട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വീക്കെൻഡ്, നമ്മൾ ഒരുപാട് കാത്തിരുന്നൊരു വീക്കെൻഡ് വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് പോകാറുണ്ട്. എങ്കിലും നല്ലൊരു ദിവസമായിരുന്നു, ഒരു വെൽ സ്പെൻഡ് ഡേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് തരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.